എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തിരുവങ്ങാടാണുള്ളത്. ഓരോ യാത്രകളും ഓരോ ഓർമ്മകളാണെന്ന് പറയുന്നത് എത്ര ശരിയാണല്ലേ. അങ്ങനെ ഒരു യാത്രയാണ് ഞാൻ ഇന്ന് പോകാൻ പോകുന്നത്. ഇന്ന് ഞാൻ പോകുന്നത് തലശ്ശേരിയിലാണ്. നമ്മുടെ തലശ്ശേരിയിൽ ഓർമ്മകളും ചരിത്രങ്ങളും ഉറങ്ങിക്കിടക്കുന്ന നമ്മുടെ തലശ്ശേരിയിൽ. കണ്ണൂർ ജില്ലയിലെ പ്രശസ്തമായ സ്ഥലങ്ങളിലൊന്നാണ് തലശ്ശേരി. തലശ്ശേരിയിൽ തന്നെ അതിപുരാതനമായ ക്ഷേത്രങ്ങളിലൊന്നാണ് തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രം. കേരളത്തിൽ തന്നെ പ്രശസ്തമായ ശ്രീരാമസ്വാമി ക്ഷേത്രങ്ങളിലൊന്നാണിത്. ഗരദൂഷണന്മാരെ വധിച്ച ശേഷമുള്ള ഭാവത്തിൽ ഏകദേശം 5 അടിയോളം ഉയരമുള്ള ചതുർബാഹുവായ കൃഷ്ണശിലാ വിഗ്രഹത്തിൽ കിഴക്കോട്ട് ദർശനമായിട്ടാണ് ശ്രീരാമസ്വാമിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. 2000 വർഷങ്ങൾക്ക് മേലെ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിന്റെ മേൽക്കൂര മുഴുവൻ പിച്ചള കൊണ്ട് മൂടിയതുകൊണ്ടാണ് ഈ ക്ഷേത്രത്തെ ബ്രാസ് പഗോഡ എന്ന പേരിൽ അറിയപ്പെടുന്നത്. നൂറ്റാണ്ടുകളായി മുറതെറ്റാതെ തുടർന്നു പോകുന്ന നിരവധി സവിശേഷമായ ആചാരാനുഷ്ഠാനങ്ങളുടെ മഹാക്ഷേത്രം. ഇന്ന് ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുകയാണ്. അതറിഞ്ഞിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ചരിത്ര പ്രാധാന്യമുള്ള ക്ഷേത്രമാണെന്ന് പറഞ്ഞു കേട്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ക്ഷേത്രം സന്ദർശിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. ഈ ഒരു ഉത്സവത്തിന് ഞങ്ങൾ പോയത് 5 മണിക്കായിരുന്നു. 5:30 ഉത്സവ എഴുന്നള്ളത്തുണ്ടെന്ന് പോസ്റ്ററിൽ കണ്ടായിരുന്നു. പതിവ് പോലെ സൂരജും കൂടെ ഉണ്ടായിരുന്നു. അവനാണ് ബൈക്ക് ഓടിക്കുന്നത്. ഈ അമ്പലത്തിൽ ഞങ്ങൾ രണ്ടുപേരും പോകുന്നത് ആദ്യമായിട്ടാണ്. ഓരോ യാത്രയും നമുക്ക് തരുന്ന സന്തോഷം അത് വേറെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ബ്ലോഗ് എടുക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കുറേ നേരത്തെ യാത്രക്കൊടുവിൽ തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് വേണ്ടി നല്ലൊരു കാഴ്ചയാണ് അവിടെ ഒരുങ്ങിയത്. തിടമ്പുമേറ്റി ഗജവീരന്മാർ അമ്പലമുറ്റത്തിലൂടെ നടക്കുന്ന ആ കാഴ്ച ദേവന്റെ അനുഗ്രഹം നേരിട്ട് കിട്ടിയതുപോലെ തോന്നി ആ കാഴ്ച കണ്ടപ്പോൾ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും നടന്ന് അമ്പലത്തിന്റെ മുന്നിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഇന്ന് ഉത്സവമായതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ്. ആ തിരക്ക് അമ്പലമുറ്റത്ത് കാണാനുമുണ്ട്. ശ്രീരാമക്ഷേത്രമാണ്. അവിടെ ഒരു ഉത്സവം നടക്കുകയാണ്. അപ്പോൾ അതിനോട് അനുബന്ധിച്ചിട്ടുള്ള എഴുന്നള്ളത്തും താലപ്പൊലിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അനുബന്ധിച്ച് തൂക്കിയിരുന്ന ഈ LED ബൾബ് കാണാൻ വേണ്ടി നല്ല രസമാണ്. ഒരുപാട് ബൾബുകൾ ഇതുപോലെ ഈ ആലിൻ്റെ മുകളിൽ തൂക്കിയിട്ടുണ്ട്. ആനകളും അതുപോലെ തന്നെ മുത്തുക്കുടവും കാര്യങ്ങളൊക്കെ മാറ്റുന്ന ചടങ്ങുകൾ കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല ആൾക്കാരുണ്ട്. ഏതാണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ അതേ ഒരു രീതിയിലുള്ള ക്ഷേത്രം തന്നെയാണ് ഇതെന്ന് പറയാം. കാരണം ഇവിടുത്തെ പ്രതിഷ്ഠ ശ്രീരാമ സ്വാമിയാണ്. അത്രയ്ക്കും പ്രശസ്തിയുള്ള ഒരു അമ്പലമാണിത്. ഈ ഒരു ഉത്സവ സമയത്ത് ഒരുപാട് ഭക്തജനങ്ങൾ ഇവിടെ എത്താറുണ്ട്. കാരണം ഉത്സവത്തിന് ആനയും അതുപോലെ തന്നെ കുടമാറ്റവും കാര്യങ്ങളൊക്കെ ആയുള്ള ചടങ്ങുകൾ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ക്ഷേത്രത്തിൻ്റെ ഈ ഭണ്ഡാരാണ്. നമുക്ക് ക്ഷേത്രത്തിൽ അർപ്പിക്കുന്ന പൈസകളും കാര്യങ്ങളൊക്കെ നമുക്ക് GPay ആയിട്ടും UPI വഴിയും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള സൗകര്യം ഇവിടെ മെയിനായിട്ടുള്ള ചടങ്ങെന്ന് പറഞ്ഞാൽ കുടമാറ്റവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഒരുപാട് ആനകളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഉത്സവമാണ്. അപ്പോൾ ഒരുപാട് കണ്ടിരിക്കേണ്ട കുടമാറ്റവും കാര്യങ്ങളായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആനകളും അതുപോലെ തന്നെ കുടയും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് വ്യത്യസ്ത രീതിയിലുള്ളൊരു കുടമാറ്റമാണ്. കാരണം കുടയുടെ മുകളിലായിട്ട് LED കാര്യങ്ങളൊക്കെ സ്ഥാപിച്ചിട്ടുള്ള ഒരു കുടയാണ് കാണുന്നത്. ഓരോ ടൈമിലും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള കുടകളും കാര്യങ്ങളൊക്കെ ഇവിടെ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ കൂടുതൽ ആനകളും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാറ്. എന്നാലും നമുക്ക് ഈ കണ്ണൂർ ഭാഗങ്ങളിൽ ഒരുപാട് ആനകളുള്ള ഉത്സവമായിട്ട് നമുക്കിതിനെ കാണാൻ പറ്റും.
നമുക്ക് ഇവിടെ ഇരുട്ടത്ത് നിന്നിട്ട് ഈ കുടയും കാര്യങ്ങളൊക്കെ കാണാം. അതാകുമ്പോൾ ഒരു ഭംഗി ഉണ്ടാകും. കാരണം ഈ കുടമാറ്റത്തിൻ്റെ ഒരു പ്രത്യേക ഒരു ഭംഗി കാണിക്കുന്ന ഒരു കുടയായിട്ടാണ് ഇത് കാണാൻ പറ്റുക. കാരണം ഇരുട്ടിൽ നമുക്കിത് കാണുമ്പോൾ നല്ല രസമായിരിക്കും കാണാൻ വേണ്ടി. നല്ല ഭംഗിയാണ് കുട കാണാൻ വേണ്ടി. LED കുടയുടെ എന്തോ ചാർജോ കാര്യമോ എന്തോ തീർന്നിട്ടുണ്ട്, ബാക്കിയൊക്കെ കത്തുന്നുണ്ട്. എന്തോ പറ്റിയതായിരിക്കും. കുടകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ആൾക്കാർ പിന്നിൽ നിന്ന് വരുന്നുണ്ട്. ഓരോടെ ആനയുടെ പിറകിലായിട്ട് ഈ കുടയെടുത്ത് നിൽക്കുന്നുണ്ട്. എല്ലാം വ്യത്യസ്തമായിട്ടുള്ള കുടകളും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് കേട്ടോ. ലൈറ്റുള്ളതും ഇല്ലാത്തതും വർണ്ണശബളമായിട്ടുള്ള കുടകളും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. കുടയാണ് നിർക്കാൻ പോകുന്നത്. കാരണം ഓരോ കുട LED കാര്യങ്ങളൊക്കെ വെച്ച് അലങ്കരിച്ചിട്ട് നല്ല ഭംഗിയായിട്ട് നിർത്തിയിട്ടുണ്ട്. സോഫന്മാരും ആനയ്ക്ക് വേണ്ട പനയും കാര്യങ്ങളൊക്കെ ബാക്കിൽ നിന്ന് വെട്ടുന്ന കാര്യങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. അടുത്ത കുടമാറ്റത്തിലുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ആനയുടെ പിറകുള്ള ആൾക്കാർ ഓരോ കുടകളായിട്ട് നിർത്തി വരുന്നുണ്ട്. ഈ ഒരു കാഴ്ച നല്ലൊരു ഭംഗി ഉണ്ടാക്കുന്ന കാഴ്ചയാണ്. കാരണം ഉത്സവപ്രേമികൾക്ക് ഇതൊക്കെ കാണാൻ ഒരു പ്രത്യേക ഒരു രസമായിട്ട് പറയാൻ പറ്റും. കാരണം നല്ല തിരക്കിനിടയിലാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ മാറ്റാനുള്ള കുടകളാണ്. ഇങ്ങനെ ഓരോ സമയങ്ങളിലായിട്ട് ഇവിടുന്ന് കുടകൾ എടുത്തുകൊണ്ട് പോയിട്ട് നമ്മൾ ആനയുടെ പിറകിൽ നിന്നിട്ട് കുട മാറ്റുകയാണ് ചെയ്യുന്ന ഒരു ചടങ്ങാണ് മുമ്പിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് കുടയുണ്ട്. ഈ ചുറ്റിനിടയിൽ ഒരുപാട് കുടകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മാറ്റുന്നുണ്ട്. ശ്രീരാമക്ഷേത്രത്തിന് അടുത്ത് തന്നെയായിട്ട് 2 ശിവക്ഷേത്രങ്ങൾ, വടക്കേടം എന്ന് 2 ക്ഷേത്രങ്ങൾ ഇവിടെ ഉണ്ട്. സാധാരണ അപൂർവമായിട്ടാണെങ്കിൽ നമുക്കിങ്ങനെ കാണാൻ പറ്റും. 2 ശിവക്ഷേത്രങ്ങൾ അടുത്തായിട്ട്. അമ്പലം നല്ല രീതിയിൽ അലങ്കരിച്ചിട്ടുണ്ട്. പൂക്കളും അതുപോലെ തന്നെ LED ബൾബ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. ശിവക്ഷേത്രത്തിൽ നമുക്ക് വേറൊരു കാഴ്ച കൂടി കാണാൻ പറ്റും. നമുക്ക് ആനയുടെ മറ്റേ ചമയങ്ങളൊക്കെ പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു കാര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഉത്സവം നടന്നുകൊണ്ടിരിക്കുമ്പോൾ കുടയും മറ്റു കാര്യങ്ങളും ചമയങ്ങളും ഒക്കെ ഇവിടുന്ന് എടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. കുടമാറ്റത്തിനും കാര്യങ്ങളൊക്കെ ആയി. ഈ ഭാഗത്ത് തന്നെ ഒരു തിടമ്പ് കാര്യങ്ങൾ നല്ല രീതിയിൽ അലങ്കരിച്ചിട്ടുള്ള ഒരു കാര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുകൂടി നമുക്ക് ഇവിടുന്ന് കാണാം. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെ ബൈ.